ഹായ് ഫ്രണ്ട്സ്, ഇന്നും നമ്മൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് പോർക്കാണ് കേട്ടോ നമ്മൾ മേടിക്കാന്ന് വെച്ചത്. അപ്പോൾ നേരെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊച്ചിനെയും എടുത്തിട്ട് നേരെ പോർക്ക് മേടിക്കാനായിട്ട് പെരുമ്പടന്നേണ്ട എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പോർക്ക് വെട്ടുന്ന സ്ഥലമുണ്ട്. ഇപ്പം പണ്ടത്തെ പ്രഭൂസ് തീറ്റൻ്റെ അടുത്ത് അവിടെ എപ്പോൾ ചെന്നാലും നമുക്ക് പോർക്ക് കിട്ടും. അത്യാവശ്യം നല്ല പോർക്കാണ്, കാരണം അങ്കമാലിയിൽ നിന്ന് കൊണ്ടുവന്ന് വെട്ടണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ 1/2 കിലോ പോർക്ക് മേടിച്ചോളൂ, കാരണം പോർക്ക് ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കൂല. അപ്പോൾ അത് കാരണം പോർക്ക് കുറച്ച് വല്ലപ്പോഴും പോർക്ക് മേടിക്കും. അപ്പോൾ 1/2 കിലോ മേടിച്ചോളൂ. അപ്പോൾ ബായി നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കിറ്റിലാക്കി തന്നിട്ടാ. അപ്പോൾ നമ്മൾ അതും കൊണ്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നേരെ കുക്കിങ്ങിനെ കയറി. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് ഒന്ന് ഒരു തിരിച്ച് ഇതായി വരുമ്പോൾ നമ്മ സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട് നമ്മ. 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തേക്കണ സവാള. കുറച്ച് ഉപ്പും ഇട്ട്, കാരണം സവാള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് ഉപ്പിട്ട്. പിന്നെ നമ്മ തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് പോർക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ, കാരണം പോർക്കിൻ്റെ കൂടെ ഒരു തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ്. കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് ഒരു അരമുറിയുടെ ഇതാണ്ട കൊത്തി എടുത്തേക്കണം നമ്മ. പിന്നെ വേപ്പില എന്ന് വെച്ചാൽ നാടൻ വേപ്പില, നമ്മളിപ്പോൾ ഇവിടെ തന്നെ പറമ്പിലുള്ള വേപ്പിലയാണ്. കടയിൽ നിന്ന് വേപ്പില മേടിക്കാറില്ല, നമുക്ക് ഇവിടെ ഉള്ളതാണ്. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 അപ്പോൾ ഒരു നന്നായിട്ട് വഴറ്റി റെഡിയായി വരുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മുടെ മസാല ചേർക്കണം. മസാല എന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി നമ്മളിവിടെ ഉണക്കി പൊടിച്ചെടുക്കണ മുളക് പൊടി തന്നെ കേട്ടോ, മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിക്കണതാണ്. പിന്നെ നമുക്ക് ചേർക്കണമെന്ന് വെച്ചാൽ കുരുമുളക് പൊടി നമ്മുടെ പറമ്പിലുള്ളതാണ്. നമ്മൾ കുരുമുളക് പൊടി വർഷങ്ങളായിട്ട് മേടിക്കാറില്ല, ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ പെരിഞ്ജീരകം കുറച്ച്, അത് തന്നെ മസാല ഇത് തന്നെ മാർക്കറ്റിൽ തന്നെ നമ്മൾ മേടിച്ച് പൊടിക്കണം, ഈ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണം മസാലയാണ്. അപ്പം അത്യാവശ്യം മസാലയൊക്കെ സവാളയും കൂടി എല്ലാവരും നല്ലോണം മിക്സ് ചെയ്ത് ആ ഒരു ഇതൊക്കെ മാറണ വരെ നന്നായിട്ട് ഇളക്കിയിട്ട്, പിന്നെ പോർക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ കുക്കറിൽ ഒരു 3 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു 3 വിസിലിട്ട പോർക്ക് 3 വിസിലിട്ടപ്പോൾ തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് വെന്താലും നമുക്ക് ഇതിലൊരു അരമണിക്കൂറോളം നമ്മൾ മൂടി വെച്ച് വേവിക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ എല്ലാം സെറ്റാക്കി പിടിപ്പിച്ച് നമ്മൾ അതൊരു അരമണിക്കൂറോളം മൂടി വെച്ച് വേവിക്കണം. അപ്പം ആ മൂടി വെച്ച് അരമണിക്കൂർ വെന്തിട്ട് അപ്പം നേരെ നോക്കുമ്പോൾ എന്താ ഇപ്പം തന്നെ നമുക്ക് വായിന്ന് കപ്പൽ ഓടിക്കാനുള്ള ഇത് തന്നെ ആ തേങ്ങാക്കൊത്തുമൊക്കെ കൂടി കിടക്കണ. അപ്പം ഇന്നത്തെ പോർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും പൊറോട്ടയും കൂടി കഴിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.